നിങ്ങളൊരു ധനികനാണ് എങ്കിൽ നിങ്ങൾക്ക് $10,00,000 എടുക്കാനുണ്ട് എങ്കിൽ അമേരിക്കൻ പൗരത്വം ഉറപ്പായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഗോൾഡൻ വിസ പദ്ധതി അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രോസസ്സിങ്ങിനായി ആദ്യ ഘട്ടത്തിൽ നമ്മൾ $15,000 അടയ്ക്കേണ്ടത്. പിന്നീട് നമ്മളെക്കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധന അവർ നടത്തും. ഒപ്പം നമ്മളൊരു അഭിമുഖത്തിൽ പങ്കെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ 10 ലക്ഷം രൂപ അടയ്ക്കേണ്ടത്. എന്നാൽ സ്ഥാപനങ്ങൾക്കാകട്ടെ $20 ലക്ഷം ഓരോ സ്ഥാപനവും ജീവനക്കാർക്ക് വേണ്ടി അടയ്ക്കേണ്ടത്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ഓരോ വ്യക്തിക്കും $50 ലക്ഷം വെച്ചാണ് ഈ ഗോൾഡൻ വിസ ലഭിക്കുന്നതിന് അടയ്ക്കേണ്ടത് എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഇതൊരു ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണ് $10 ലക്ഷം ആക്കി കുറച്ചത്. മാത്രമല്ല ഇതിനായി പ്രത്യേകം ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അവർ മറ്റുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങൾക്കിത് ലഭിക്കുക തന്നെ ചെയ്യും. സ്പെയിൻ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ നേരത്തെ തന്നെ സമ്പന്നർക്കായി ഇത്തരത്തിലുള്ള ഒരു ഗോൾഡൻ കാർഡ് വിസ ഏർപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ അമേരിക്കയിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നിലവിൽ വരുന്നത്. ഇതിലൂടെ ട്രംപ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിദഗ്ധരും അതേസമയം സമ്പന്നരുമായ നിരവധി പേരെ അമേരിക്കയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിദേശ മൂലധനം കൂടുതലായി അമേരിക്കയിലേക്ക് എത്തുമെന്നും ഇവരുടെ വ്യവസായ സംരംഭങ്ങളും മറ്റും അമേരിക്കയിൽ വിജയകരമായി നടത്താനും അല്ലെങ്കിൽ അമേരിക്ക താമസിച്ചുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ തന്നെ കഴിയും എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിൽ അവർക്ക് ഏറെ നേട്ടമായി മാറും എന്നാണ് ഇപ്പോൾ ട്രംപ് സർക്കാർ കരുതുന്നത്. നമ്മളോട് മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലപാട് ട്രംപ് സർക്കാർ അതികർശനമാക്കി ഇപ്പോൾ ഇത്തരക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ വിസ സംവിധാനം വന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്കക്കാർക്ക് ഇപ്പോൾ നിരവധി രാജ്യങ്ങളിലേക്ക് സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങൾ. അവിടെയുള്ള ആളുകൾക്ക് ഈ $10 ലക്ഷം എടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പൗരത്വം ലഭിക്കുമോ എന്നുള്ളതാണ് ഇവർ പലരും ഉയർത്തുന്ന ഒരു ചോദ്യം. മാത്രമല്ല ഡെമോക്രാറ്റുകൾ ആദ്യം മുതൽ തന്നെ ഈ പദ്ധതിക്ക് ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത് ഇത്തരത്തിൽ സമ്പന്നരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ഒരു ആഗോള ക്രമത്തിൽ ചേർന്ന നടപടിയല്ല എന്നാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സാമ്പത്തിക നില പരമാവധി മെച്ചപ്പെടുത്തുക, അദ്ദേഹം തന്നെ ഒരു വ്യവസായിയാണ്. ആ ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബൃഹത്തായ പദ്ധതിക്ക് അദ്ദേഹം രൂപം നൽകിയിരിക്കുന്നത്.